സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിലെ കറന്റ് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ EMF, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് എന്നുള്ള ടേംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. നമ്മൾ ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. അവിടെ നമ്മൾ സീരീസും പാരലലും ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതെന്നൊക്കെ ഫോമിലൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ സെൽസ് കമ്പൈൻ ചെയ്യാം, നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ? സെൽസ് നമുക്ക് പല രീതിയിൽ കണക്ട് ചെയ്യാം എന്നുള്ളത്. നമുക്ക് പല രീതിയിൽ റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ സീരീസും പാരലലും ഒക്കെ ആയിട്ട് പല മിക്സ് ചെയ്തിട്ടൊക്കെ നമുക്ക് സെൽസിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ സെൽസ് ഇൻ സീരീസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിൽ തന്നെ വെൻ സെൽസ് ആർ ഓഫ് ദ സെയിം EMF ആൻഡ് സെയിം ഇന്റേണൽ റെസിസ്റ്റൻസ്, ഒരേ EMFും ഒരേ ഇന്റേണൽ റെസിസ്റ്റൻസും കൂടി ആയ എങ്ങനെയാണ് അത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള സീരീസ് കണക്ഷൻ ഓഫ് സെൽസിൽ വരുന്നത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ വരയ്ക്കുന്നത് ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണല്ലോ ഒരു സെല്ല് വരുന്നത്. ഇങ്ങനെ നമ്മൾ എത്ര എണ്ണം കണക്ട് ചെയ്യും? n നമ്പർ ഓഫ് സെൽസ് അല്ലേ? അതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R. അപ്പോൾ ഇവിടെ ഇത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ എത്ര സെൽസ് ഉണ്ട്? n സെൽസ് അല്ലേ? അപ്പോൾ ഈ ഓരോ സെല്ലിനും നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് സെയിം ആണ് അല്ലെ? ഈ കാറ്റഗറി നമ്മൾ പഠിക്കാൻ പോണത് ഇന്റേണൽ റെസിസ്റ്റൻസ് സെയിം ആണ്. അപ്പം നമുക്കറിയാം ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് സെല്ലിന് സീരീസ് ആയിട്ടായിരിക്കും. അപ്പം നമ്മൾ സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ സ്മോൾ r ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്കിൽ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര വരും? ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R+R+R+ എക്സെട്ര വരും. അപ്പം NR വരും. അപ്പം നമുക്ക് ഈ കോമ്പിനേഷൻ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് എന്താ? ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒറ്റ സെൽ ഓഫ് EMF E അല്ലെ, സിംഗിൾ സെൽ ഓഫ് EMF E ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് N ടൈംസ് R. ഇത് N ടൈംസ് E, N ടൈംസ് R. അപ്പോൾ അതിൽ നമ്മുടെ എക്സ്റ്റേണൽ റെസിസ്റ്റർ നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സീരീസ് റെസിസ്റ്റൻസിൽ EMF കൂടി EMF എല്ലാം ആഡ് ചെയ്ത് E1 + E2 + E3. അപ്പം n സെൽസ് ഉള്ളത് കാരണം n ടൈംസ് E, അതായത് ഇപ്പം 3 സെൽസ് ആണെങ്കിൽ 3 ടൈംസ് E, അങ്ങനെ n ടൈംസ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൽ നമ്മുടെ ടോട്ടൽ കറണ്ട് I എന്നുള്ളത് നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ഓഫ് ദ സെല്ലാണ് എന്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം I is equal to ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെ? ടോട്ടൽ EMF എത്ര ഇവിടെ? n ടൈംസ് E ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര? എക്സ്റ്റേണൽ റെസിസ്റ്റർ പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ, അത് എത്ര ഇവിടെ? NR അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ഇക്വേഷൻ വരിക. ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു n ടൈംസ് E ഡിവൈഡഡ് ബൈ R പ്ലസ് NR. അപ്പൊ ഈ R എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റർ, NRലുള്ള R ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ തന്നെ 2 കേസസ് നോക്കാം നമുക്ക്. കേസ് 1 വെൻ R ഇസ് മച്ച് ലെസ് ദാൻ NR, ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടി വരുമ്പോൾ ചിലപ്പം എക്സ്റ്റേണൽ റെസിസ്റ്ററിനെ കാണി കൂടുതലായി എന്ന് വരും. അപ്പൊ എന്ത് പറയാം നമുക്ക്? വെൻ R ഇസ് മച്ച് ലെസ് ദാൻ NR, നമുക്ക് പറയാം R പ്ലസ് NR will be approximately equal to NR. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? I is equal to NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR അല്ലെ? NE ഡിവൈഡഡ് ബൈ R പ്ലസ് NR എന്നുള്ളത് നമ്മൾ NR കിട്ടും. അപ്പൊ എത്ര വരും? E ഡിവൈഡഡ് ബൈ R. അപ്പൊ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ ആണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ E ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്, അങ്ങനെ പറഞ്ഞാൽ ഇറ്റ്സ് എ കറണ്ട് ഡ്യൂ ടു എ സിംഗിൾ സെൽ. അപ്പൊ ഇതിൽ തന്നെ കേസ് 2 നമുക്ക് പഠിക്കാനുള്ളത് വെൻ R എക്സ്റ്റേണൽ റെസിസ്റ്റർ ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ NR ആയി കഴിഞ്ഞാൽ നമുക്ക് R പ്ലസ് NR ഇസ് approximately equal to external resistance R, or I is equal to NE divided by capital R. അപ്പം n ടൈംസ് ദ കറണ്ട് ഡ്യൂ ടു എ സിംഗിൾ സെൽ എന്ന് പറയാം ഇതിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെറിവേഷൻസ് ആയിട്ടും ചോദിക്കാം, മെയിനായിട്ട് ന്യൂമറിക്കൽ ആയിട്ടാണ് ചോദിക്കുക. ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും സിമ്പിളാണ് അല്ലേ? സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി നമുക്ക് സീരീസ് കണക്ഷൻ തന്നെ, പക്ഷേ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിഫറെൻറ്റ്, EMFും ഇന്റേണൽ റെസിസ്റ്റൻസും ഡിഫറെൻ്റ് ആയാൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ EMF ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ 2 സെൽസ് എടുക്കാം നമുക്ക് തൽക്കാലം. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ എന്താ? E1 E2. അപ്പോൾ അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യാം
R1 ആണ് ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇതിൻ്റെത് R2 ആണ് ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താ പറ്റുക, ഇവിടെ നമ്മൾ രണ്ട് സെല്ലും ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമ്മൾ സീരീസ് കണക്ഷൻ തന്നെയാണ് അല്ലേ. ഇതിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എത്രയാന്ന് നോക്കാം. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ, അതിൻ്റെ ഇക്വേഷൻ എന്താ, V is equal to EMF മൈനസ് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ. അപ്പം V1 is equal to E1 minus IR1 or V2 is equal to E2 minus IR2. നമുക്ക് ഇതിനകത്ത് ഇക്വേഷൻ, കറണ്ടിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. പക്ഷെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to V1 plus V2 അല്ലേ. V1 എത്ര, E1 മൈനസ് IR1 പ്ലസ് E2 പ്ലസ് E2 മൈനസ് IR2. അപ്പോൾ E1 മൈനസ് IR1 പ്ലസ് E2 മൈനസ് IR2. അപ്പം ഞാൻ E1നെ E2നെ ഒന്നിച്ചെടുക്കാൻ പോണേ. E1 പ്ലസ് E2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2. ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ V is equal to V equals E മൈനസ് IR. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇതും ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ V equals E മൈനസ് IR or V is equal to E1 plus E2 മൈനസ് I ഇൻറ്റു R1 പ്ലസ് R2. നമ്മൾ ടേംസ് കമ്പയർ ചെയ്ത് നോക്കൂ. ഇൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്, E1 പ്ലസ് E2. ആറിൻ്റെ സ്ഥാനത്ത് R1 പ്ലസ് R2 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടോട്ടൽ EMF E is equal to E1 plus E2 ആൻഡ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R is equal to R1 plus R2. അപ്പം നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താ, കറണ്ട് I is equal to E ഡിവൈഡഡ് ബൈ R പ്ലസ് R. അപ്പം E എത്രയാണ്, E1 പ്ലസ് E2. R എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റെസിസ്റ്റർ തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. R പ്ലസ് ആ സ്മോൾ ആറിലെടുത്ത് എന്ത് വരും, R1 പ്ലസ് R2 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഇനി വേറൊരു ഡൗട്ട് വരാൻ പറ്റുന്നതാണ്, നമ്മൾ ഇതിൽ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെ നെഗറ്റീവും കണക്ട് ചെയ്ത് എന്താവും, അപ്പോൾ എന്തെങ്കിലും കുഴപ്പം വരുമോ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ വെച്ച് ഇവിടെ നമ്മുടെ നെഗറ്റീവ് കണക്ട് ചെയ്തു. ഓക്കെ, രണ്ട് നെഗറ്റീവ് ടെർമിനൽസ് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെയും കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ R1 ഇവിടെ R2. അപ്പോൾ E1 E2. അപ്പോൾ എന്താ ഡിഫറൻസ്, ആദ്യത്തേതിൽ ഞാൻ നെഗറ്റീവ് ടെർമിനൽ പോസിറ്റീവാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത സെല്ലിൻ്റെ, പക്ഷെ ഇവിടെ രണ്ട് നെഗറ്റീവ് ടെർമിനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന മേജർ ഡിഫറൻസ് എന്തെന്ന് വെച്ചാൽ E is equal to E1 മൈനസ് E2 വരും. അപ്പോൾ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് വരും, I is equal to E1 മൈനസ് E2 ഡിവൈഡഡ് ബൈ R പ്ലസ് R1 പ്ലസ് R2. റെസിസ്റ്റേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യാറില്ല അല്ലേ, റെസിസ്റ്റേഴ്സ് സീരീസിലാകുമ്പോൾ എപ്പോഴും അത് ആഡ് ചെയ്യുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ E മൈനസ് E2, E1 മൈനസ് E2. അപ്പം ഒരേ ടെർമിനൽസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ വോൾട്ടേജ് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് ഈക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ്റെ രണ്ട് കാറ്റഗറീസ് കഴിഞ്ഞു. ഇനി നമുക്ക് പാരലൽ കോമ്പിനേഷൻ്റെ രണ്ട് കാറ്റഗറീസ് പഠിക്കാം. പാരലൽ കോമ്പിനേഷനിലും രണ്ട് ടൈപ്പിൽ നമുക്ക് ടൈപ്പിൽ എന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെയിം EMFും സെയിം ഇന്റേണൽ റെസിസ്റ്റൻസും. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു EMF, ഒരു സെല്ല്. അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ അടുത്തത് അങ്ങനെ കുറേ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കുറേ കണക്ട് ചെയ്തിട്ട് ഇതങ്ങോട്ട് പോയി. അപ്പം ഒരു മിനിറ്റ് ഞാനത് കണക്ട് ചെയ്യട്ടെ. ഇവിടെ കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ കണക്ഷൻസ് വരും അല്ലേ. അപ്പോൾ അതൊക്കെ അപ്പോൾ എത്ര സെൽസ് ഉണ്ട്, N സെൽസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മളൊരു എക്സ്റ്റേണൽ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തു. എക്സ്റ്റേണൽ റെസിസ്റ്റർ ആറിലേക്ക് കണക്ട് ചെയ്തു. അപ്പം നമുക്കിതിനെ നേരത്തെ നമ്മൾ N എടുത്തു, അപ്പോൾ ഇവിടെ ഒന്ന് M എടുക്കാം അല്ലേ. M സെൽസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റേഴ്സ് എല്ലാം കൂടി പാരലൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. പാരലൽ റെസിസ്റ്ററിന്റെ ഫോർമുല എന്താണ്, 1/R is equal to 1/R1 plus 1/R2 plus etc. അല്ലേ. അപ്പോൾ 1/R' is equal to 1/R plus 1/R plus etc. M ടൈംസ്.
അപ്പോൾ ആർ ഡാഷ് ഈക്വൽ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ എം. അപ്പം ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇ എം എഫ് ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് the internal resistance, total internal resistance, that's equal to E divided by R plus R divided by M. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, കറണ്ടിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് when R is much greater than R by M, നേരത്തെ സീരീസിൽ നമ്മൾ ചെയ്തില്ലേ അതേപോലെ. അപ്പോൾ എന്താ പറയുക, R much greater than R by M എന്ന് പറഞ്ഞാൽ R plus R by M is approximately equal to R itself. അപ്പോൾ എന്ത് പറ്റും, ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ആർ എന്ന് വരും. ഇതാണ് എന്ത് കേസ് 1. കേസ് 2 എന്ത് വരും, നേരത്തെ സീരീസിൽ ചെയ്ത പോലെ തന്നെ. കേസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഇസ് മച്ച് ലെസ് ദാൻ ആർ ബൈ എം എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ആർ ബൈ എം ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, കറക്റ്റ് ഈക്വൽ എന്ന് പറയാൻ പറ്റില്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ ബൈ എം എന്ന് വരും. അപ്പോൾ ഐൻ്റെ ഇക്വേഷൻ എന്ത് വരും, ഐ ഇസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ ബൈ എം ആണ്. ആർ പ്ലസ് ആർ ബൈ എം എന്താണ്, ആർ ബൈ എം തന്നെയായി. അപ്പം ഇ ഡിവൈഡഡ് ബൈ ആർ ബൈ എം ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ആർ. അപ്പം എന്താ പറയുക നമുക്ക്, ഇ ഡിവൈഡഡ് ബൈ ആർ. അപ്പം എം ടൈംസ് ദ കറണ്ട് ഡ്യൂ ടു എ സിംഗിൾ സെല്ലായിരിക്കും നമ്മൾ പാരലൽ കോമ്പിനേഷനിൽ ഈക്വൽ ഇ എം എഫും ഈക്വൽ ഇന്റേണൽ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്താൽ വരുന്ന രണ്ട് സ്പെഷ്യൽ കേസുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ബേസിക് ഫോർമുല ഐ ഈക്വൽസ് ഇ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ബൈ എം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാരലൽ കോമ്പിനേഷനിൽ തന്നെ അടുത്ത കേസ്, പാരലൽ കോമ്പിനേഷനിൽ ഓരോ ഡിഫറെൻറ്റ് ഇ എം എഫ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആദ്യം ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സെല്ല് ഞാൻ ജസ്റ്റ് 2 എണ്ണം കാണിച്ചു തരാം, എന്നിട്ട് അത് നമുക്ക് n സെൽസിന് അപ്ലിക്കബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ E1 E2, അപ്പോൾ ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇവിടെ R2 ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. നമ്മുടെ ബാക്കി എക്സ്റ്റേണൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ. പിന്നെ കറണ്ട് നമ്മുടെ പോസിറ്റീവ് ടു നെഗറ്റീവ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടോട്ടൽ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2. നമ്മുടെ ഇക്വേഷൻ എന്താ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ V ഈക്വൽസ് E1 മൈനസ് I1 R1. V ഈക്വൽസ് IR1 അല്ലേ, അപ്പോൾ V1 ഈസ് ഈക്വൽ ടു E1, V ഈസ് ഈക്വൽ ടു E1 മൈനസ് I1 R1. അപ്പോൾ ഇതിന്ന് നമുക്ക് I1ൻ്റെ ഇക്വേഷൻ കിട്ടും. I1 ഈസ് ഈക്വൽ ടു E1 മൈനസ് V ഡിവൈഡഡ് ബൈ R1. അതേപോലെ നമുക്ക് I2ൻ്റെ ഇക്വേഷൻ കിട്ടും. I2 ഈസ് ഈക്വൽ ടു E2 മൈനസ് V ഡിവൈഡഡ് ബൈ R2. അപ്പം ടോട്ടൽ കറണ്ട് എന്താ, I1 പ്ലസ് I2 അല്ലേ. അപ്പം നമ്മുടെ ഇക്വേഷൻ കറണ്ടിൻ്റെത് I ഈക്വൽസ് I1 പ്ലസ് I2 എഴുതി കഴിഞ്ഞാൽ I ഈക്വൽസ് I1 പ്ലസ് I2. അപ്പം എന്ത് വരും, I1 എത്രയാ, E1 മൈനസ് V ഡിവൈഡഡ് ബൈ R1 പ്ലസ് E2 മൈനസ് V ഡിവൈഡഡ് ബൈ R2. അപ്പം ഞാൻ ഈ E1ൻ്റെ ടേംസിനൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാം. E1 ബൈ R1 പ്ലസ് E2 ബൈ R2 മൈനസ് V ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഇതെന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് V ഈക്വൽസ്, ഇനി നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കും. V ഈക്വൽസ് E1 R2 പ്ലസ് E2 R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതുന്നതാണ്. മൈനസ് I ഇൻറ്റു വിൻ്റെ ഇക്വേഷൻ, ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വിൻ്റെ ഇക്വേഷൻ ഇതാണ് I ഇൻറ്റു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഈ കറണ്ടിൻ്റെ ഇക്വേഷനിൽ നമ്മൾ വിൻ്റെ ഇക്വേഷനിലേക്ക് കണ്ടുപിടിച്ചു. അപ്പം നേരത്തെ നമ്മൾ സീരീസിൽ ചെയ്ത പോലെ തന്നെ കമ്പയർ ചെയ്യാൻ പോകണം. V ഈക്വൽസ് E മൈനസ് IR. അപ്പോൾ എന്ത് പറ്റും, ഇക്ക് പകരം ഈ ഇത്രയും സംഭവം വരും, ആറിന് പകരം ഈ സംഭവം വരും. അപ്പം നമുക്ക് എഴുതാം, ആ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ E ഈക്വൽസ് E1 R2 പ്ലസ് E2 R1 divided by R1 plus R2. Internal resistance R is equal to R1 R2 divided by R1 plus R2.
ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഡിഫറെൻറ്റ് EMFും ഡിഫറെൻറ്റ് ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ള സെൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പം വരുന്ന ഇക്വേഷനാണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് I is equal to E divided by R plus R എന്നുള്ള ഇക്വേഷനിൽ ഇക്ക് പകരം അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഇക്ക് പകരം ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂം ഇന്റേണൽ റെസിസ്റ്റൻസ് ആറിന് പകരം R1 R2 by R1 plus R2ന്റെ വാല്യൂം ചെയ്യണം. ഇനി നമ്മൾ N സെൽസ് ആണ് അവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? N സെൽസ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ പാരലൽ റെസിസ്റ്റൻസ് വാല്യൂ, ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ പാരലൽ റെസിസ്റ്റൻസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇനി വരുന്നത് മിക്സഡ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്. മിക്സഡ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരീസും പാരലലും രണ്ടും കൂടിയിട്ട് ചെയ്യുന്ന കാര്യം. ഓക്കെ, അതിന് നമ്മൾ ഡെറിവേഷൻ ഒന്നും പഠിക്കാനില്ല, ഞാൻ ഡയഗ്രാം കാണിച്ചു തരാം. ഡയഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ സീരീസും പാരലലും, അപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ന്യൂമറിക്കൽ നമ്മൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഇതൊക്കെ എന്താ സീരീസ് അല്ലേ? അതിനെ കൊണ്ടുപോയിട്ട് അതേപോലെയുള്ള ഒരു സെറ്റ് കൊണ്ടുപോയിട്ട് പാരലൽ അല്ലേ, അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? അതിന് നമ്മൾ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R, ഇതേപോലെ നമുക്ക് എന്താ പറയാം, N സെറ്റ്സ് നമ്മൾ ഇതുമാതിരി കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. N സെറ്റ്സ്, ഇത്രയും N സെറ്റ്സ് ആണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം N സെൽസ് M റോസ്, മനസ്സിലാക്കിക്കോളൂ. എത്ര സെൽസ് ഉണ്ട്? N സെൽസ്. അതെല്ലാം N സെൽസ് സീരീസ് കണക്ട് ചെയ്തിട്ട് അതേപോലെ M റോസ് ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ സീരീസ് റെസിസ്റ്ററിന്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്ര വരും? NR വരും. അങ്ങനത്തെ എത്ര റോസ് ഉണ്ട്? M റോസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ എന്ന് പറഞ്ഞാൽ R is equal to R dash is equal to R plus R dash. അത് എത്ര വരും? R plus NR divided by M. NR divided by M എങ്ങനെ വരും? N equal resistors connected in series and that kind of M rows are connected in parallel. അപ്പം NR by M ആയിരിക്കും എന്ത്? ഇന്റേണൽ റെസിസ്റ്റേഴ്സിന്റെ പാരലൽ കോമ്പിനേഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. അപ്പം ഇതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ടോട്ടൽ കറണ്ടിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ടോട്ടൽ കറണ്ട് I is equal to NE divided by MR plus NR. ഇത് ഈസി അല്ലേ പഠിക്കാൻ? I is equal to NE divided by, ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെഷ്യൽ കേസും ഇല്ല, എല്ലാം സെയിം EMF ആണ്. സെയിം EMF, സെയിം ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പം മിക്സഡ് ഗ്രൂപ്പിങ്ങിൽ അധികം കോംപ്ലക്സ് ആയിട്ട് പഠിക്കാനില്ല. നമ്മൾ ഡെറിവേഷൻസ് കാര്യമായിട്ട് പഠിക്കേണ്ടത് സീരീസ് പാരലൽ കോമ്പിനേഷൻ്റെ ആണ്. I equals NE divided by MR plus NR. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പിനേഷൻ, കമ്പൈൻഡ്, രണ്ടും കൂടിയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഇതിൽ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡെറിവേഷൻ പഠിക്കേണ്ടത് സീരീസ് പാരലലിലെ രണ്ട് കാറ്റഗറീസും കൃത്യമായിട്ട് പഠിക്കണം. അതെങ്ങനെ വന്നു എന്ന് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡെറിവേഷൻ മാത്രമല്ല, ന്യൂമറിക്കലും ചെയ്യണം അല്ലേ. അപ്പോൾ ഇനി ന്യൂമറിക്കൽ കൂടി ഈ ക്ലാസ്സിലിട്ട് അത് നല്ല ലെങ്തി ആയി പോവും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസിൻ്റെ മാത്രം ന്യൂമറിക്കലായിട്ട് വരാം. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ ഡെറിവേഷൻസും ആ വന്ന സ്റ്റെപ്സും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് വരിക. അപ്പോൾ ന്യൂമറിക്കൽ നമുക്ക് വേഗം ചെയ്യാം. വേഗം ചെയ്ത് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓൺ ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ക്ലാസ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.